മനസ്സിലാക്കേണ്ടത് ഈ ആറുവരി പാതയിൽ ലെയിൻ ട്രാഫിക്കിങ്ങിന് കർശനമായ നിബന്ധനയുണ്ട്, നിയന്ത്രണമുണ്ട്. ഭാരവാഹനങ്ങൾ ഏറ്റവും ഇടത്തെ അറ്റത്തെ ട്രാക്കിലൂടെ, സാധാരണ നിലയ്ക്ക് പോകുന്ന വാഹനങ്ങൾ നടുക്കത്തെ ട്രാക്കിലൂടെ, ഏറ്റവും വലത്തെ ട്രാക്ക് ഓവർടേക്കിങ്ങിന് മാത്രമുള്ളതാണ്. ആ ഓവർടേക്കിങ്ങിന് വേണ്ടിയുള്ള ലൈനിലൂടെ പരിമിതമായ വേഗത്തിൽ ഓവർടേക്ക് ചെയ്ത് വിസിബിളായ സ്ഥലത്തൂടെ കയറുന്ന സമയത്താണ് ആ ട്രാക്കിലൂടെ, ഓവർടേക്കാനുള്ള ട്രാക്കിലൂടെ എതിർദിശയിൽ നിന്ന് 142 തവണ ഗതാഗത നിയമം ലംഘിച്ചിട്ടുള്ള ഒരു ടിപ്പർ ലോറി കൊലവിളിയുമായി വരുന്നത്. ആ വാഹനം ചവിട്ട് നിർത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം കണ്ണനും ഭാര്യയും അമ്മയും കുഞ്ഞും അടങ്ങുന്ന കുടുംബം രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്രയും ഗതാഗത നിയമം ലംഘിച്ചിട്ടും ആ വാഹനം ഇപ്പോഴും നിയമം ലംഘിച്ചുകൊണ്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ KL02 കൊല്ലമാണ്. KL02 AQ 7326 7326. അതിൻ്റെ RC ഓണർ ആരാണ് വാഹനം ഓടിച്ചത്? ഗതാഗത വകുപ്പ് നിശ്ചയമായിട്ടും ഈ കാര്യത്തിൽ പരിശോധന നടത്തും, കർശന നടപടിയെടുക്കുമെന്ന് നമുക്കതിന് പ്രതീക്ഷിക്കാം, എടുക്കണം. കാരണം ഒരു കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. പൂർണ്ണമായും നിയമം പാലിച്ചുകൊണ്ടും പരിമിതമായി അനുവദിച്ചതിനെക്കാട്ടിലും വേഗത കുറച്ചും കണ്ണനും കുടുംബവും വാഹനം ഓടിച്ചതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടാമായിരുന്ന കൊടും ക്രൂരകൃത്യമാണ് ഈ വാഹനം ഓടിച്ചയാൾ ചെയ്തതെന്നുള്ള ആലോചിച്ചു.